ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. ഈ വിജയം നമുക്ക് കൈവരിക്കാൻ അനിവാര്യമായ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് നമ്മളെക്കുറിച്ചുള്ള പരിജ്ഞാനവും ജീവിതം പരിവർത്തനം വരുത്തിയെടുക്കാനുള്ള നമ്മുടെ കൃത്യനിഷ്ഠ, അനുഷ്ഠാനം തുടങ്ങിയ കാര്യങ്ങൾ. അതായത് ഏത് കാര്യത്തിനും നമുക്ക് ഒരു വ്യക്തത വേണം, ക്ലാരിറ്റി വേണം. ഇപ്പം നമുക്ക് നമ്മളെക്കുറിച്ച് ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് പല പ്രശ്നങ്ങളെയും നമുക്ക് അഭിമുഖീകരിക്കാനും അതിനെ മറികടക്കാനും പറ്റാത്തത്. എന്നാൽ നമുക്ക് നമ്മളെക്കുറിച്ച് വ്യക്തത ഇല്ല എന്നല്ല, തെറ്റായൊരു വ്യക്തതയുണ്ട്. അതാ പ്രശ്നം. അതായത് നമുക്ക് കഴിവില്ല, ശക്തിയില്ല, എനിക്ക് നേരിടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെയുള്ള ചില വികലമായ അറിവ് നമുക്കുണ്ട്. അപ്പോൾ യഥാർത്ഥ ജ്ഞാനം നമുക്കുണ്ടാവണം. അപ്പോൾ അതെന്താണ്? അതില്ലെങ്കിലുള്ള കുഴപ്പമെന്താണ്? ഈ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്നുകിൽ നമ്മൾ ഒരു കഴിവില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കും, അല്ലെങ്കിൽ എടുത്തുചാട്ടം. എനിക്ക് സാധിക്കും, എനിക്ക് പറ്റും എന്ന ഒരു തരം എടുത്തുചാട്ടം. അതാണ് അഭിമന്യുവൊക്കെ ചെയ്തത് യുദ്ധക്കളത്തിൽ. ഒരു പത്മവ്യൂഹത്തിൻ്റെ നടുക്ക് പോയി എനിക്ക് എന്തും ചെയ്യാം, എനിക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നൊക്കെയുള്ളൊരു മിഥ്യാധാരണയിൽ ചെന്ന് കയറി കുരുങ്ങിപ്പോയപ്പോൾ മനസ്സിലായി പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല. അത് ജീവിതത്തിൻ്റെ അന്ത്യം കുറിച്ച്. ഇതുപോലെ നമ്മളും പലരും എടുത്തുചാട്ടം ചെയ്യും. പല കുട്ടികളും പരീക്ഷയിൽ തോറ്റുപോകുന്നതിന് കാരണം അതാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേക്കും അവർക്ക് തോന്നുകയാണ് ഞങ്ങൾക്കൊക്കെ മനസ്സിലായെന്ന്. ആൻസർ എഴുതി തുടങ്ങി. പിന്നെ മറ്റു കൂട്ടുകാരോട് ഡിസ്കസ് ചെയ്യുമ്പോഴാണ് അല്ലേ ഈ ക്വസ്റ്റ്യൻ ഇതായിരുന്നില്ല, അതിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് വേറൊന്നാണ്, എഴുതിയത് വേറൊന്നാണ്. ഞാൻ വെറുതെ അങ്ങോട്ട് പൊട്ടത്തരം എഴുതിയെന്ന്. അപ്പോൾ ഓരോ കാര്യത്തിലും എടുത്തുചാട്ടം, പിന്നീട് ഖേദിക്കുക. അത് പ്രേമായാലും ശരി, ജോലിയായാലും ശരി, പരീക്ഷയായാലും ശരി, പലതിലും ചെന്ന് കൂട്ടുകെട്ടിലായാലും ശരി, നമ്മൾ വിവേകശൂന്യമായി എടുത്തുചാടി പിന്നെ അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റാത്തൊരവസ്ഥ. വേറെ ചിലരാണെങ്കിലോ എനിക്കൊന്നിനും കഴിവില്ല എന്നുള്ള രീതിയിൽ മാറി നിൽക്കുക. അപ്പോൾ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും സുപ്പീരിയോറിറ്റി കോംപ്ലക്സും, അതായത് ഓവർ കോൺഫിഡൻസും നമുക്ക് അപകടങ്ങൾ വിളിച്ചു വരുത്തും. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ബാലൻസ് ഉണ്ട്, ഒരു സെൻറ്ററുണ്ട്. ആ ഒരു സെൻറ്റർ നിന്നുകൊണ്ട് നമുക്ക് ജീവിതത്തെ അഭിമുഖീകരിക്കണമെങ്കിൽ അതിന് നമുക്ക് നമ്മളെക്കുറിച്ചുള്ള പരിജ്ഞാനം അനിവാര്യമാണ്. ഇപ്പം എന്താണ് നമുക്ക് നമ്മളെക്കുറിച്ചുള്ള പരിജ്ഞാനം? നാം മറ്റു ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ച പോലെ ഗീതയിൽ നിന്ന് നമുക്ക് തെറ്റായൊരു അറിവ് എന്തായാലും കിട്ടില്ല. ഗീതയിൽ നിന്ന് വേണ്ട അറിവേ കിട്ടുള്ളൂ. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഒരുപക്ഷെ നിങ്ങൾ തെറ്റിദ്ധരിക്കും ഞാൻ എന്താ പറയുന്നത്. അതായത് മനുഷ്യൻ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, ദൈവം ഇങ്ങനെയാക്കി അങ്ങനെയാക്കി എന്നുള്ളതില്ല നമ്മുടെ ഗ്രന്ഥങ്ങളിൽ. ഇവിടെ നമുക്ക് തരുന്ന ജ്ഞാനം, നാം ഓരോരുത്തരും ബോധമനസ്സാണ്. ആ ബോധമനസ്സ് ഉണർന്നു വരുമ്പോഴാണ് ഞാൻ എന്നും ചിന്തിക്കുന്നതും പറയുന്നതും ഒക്കെ. അത് നമ്മൾ പുസ്തകം നോക്കി പഠിക്കേണ്ട കാര്യമില്ല, അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അനുഭവമുള്ള ജ്ഞാനം ഉള്ളതാണത്. അതായത് ബോധമനസ്സുണരാതെ എനിക്കും നിങ്ങൾക്കും ഞാനെന്നോ എൻ്റെ എന്നോ എനിക്ക് വേണ്ടതെന്നൊന്നും ചിന്തിക്കാൻ സാധ്യമല്ല. അപ്പോൾ അങ്ങനെ ബോധമനസ്സ് എന്താണ്, ആ ഉണർന്നു വരുന്നത് എന്താണ്? അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊരു സ്വതന്ത്രമായ ഊർജമാണ്, ശക്തിയാണ്. രൂപമില്ലാത്ത ഒന്നാണ് ബോധമനസ്സ്. ഈ ശരീരത്തിനെ രൂപമുള്ളൂ. അതുകൊണ്ടാണ് നാം ഉള്ളിലേക്ക് നോക്കിയാൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, നമുക്ക് പ്രത്യേകിച്ച് രൂപം കാണാൻ പറ്റാത്ത. അപ്പം ആ ബോധമനസ്സ്, രൂപമില്ലാത്ത ബോധമനസ്സ്, ഊർജമായ ബോധമനസ്സ്, അത് സ്വതന്ത്രമാണ്. പക്ഷെ സ്വതന്ത്രമാണെങ്കിലും അതിനെ സ്വാധീനിക്കുന്ന 3 ഗുണങ്ങളെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. തമോ ഗുണം അതിനെ സ്വാധീനിക്കും, അപ്പോൾ നമ്മൾ അലസരായി മാറും. അതിനെ രജോ ഗുണം സ്വാധീനിക്കും, അപ്പം നമ്മൾ വളരെയധികം റെസ്റ്റ്ലെസ്സാണ്, ഒന്നിലും നമുക്ക് ഏകാഗ്രമാവാൻ പറ്റില്ല. അത് സത്വഗുണം സ്വാധീനിക്കുമ്പോൾ നാം കുറേ കാര്യങ്ങൾ ചെയ്താൽ പോലും വളരെ ഇമോഷണലി സെൻറ്റിമെൻ്റലാണ്. അപ്പം ഇത്തരം ഗുണങ്ങളൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് ഈ ഗുണങ്ങളുടെ സ്വാധീനതയിൽ നിന്നും നമ്മുടെ മനസ്സിനെ പുറത്തു കൊണ്ടുവരാൻ നാം എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി നാം പ്രയത്നിക്കുമ്പോൾ നമുക്ക്
പലതിനെയും മറികടക്കാനും പലതും നേടിയെടുക്കാനും കഴിവുണ്ടെന്ന സത്യം നമ്മൾ തിരിച്ചറിയും. അപ്പം അതിനെന്താണ് വേണ്ടത്? അതിലേക്കാണ് കൃഷ്ണൻ 28-ാം ശ്ലോകത്തിലൂടെ വെളിച്ചം വീശുന്നത്. അത് നമുക്ക് നോക്കാം. 3-ാം അധ്യായത്തിലെ 28-ാം ശ്ലോകം. തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോ ഗുണാഗുണേഷു വർത്തന്ത ഇതി മത്വാന സജ്ജതേ. ഒരിക്കൽ കൂടി ചൊല്ലാം. തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോ ഗുണാഗുണേഷു വർത്തന്ത ഇതി മത്വാന സജ്ജതേ. തത്വവിത്തായി തീരൂ. തത്വവിത്ത് മഹാബാഹു. ഇപ്പം നമ്മളെയോടൊക്കെയാണ് ഭഗവാൻ കൃഷ്ണൻ അഭിസംബോധന ചെയ്യുന്നത്. മഹാബാഹു. ബാഹു എന്ന് പറഞ്ഞാൽ കൈകൾ, കൈയാണ് ബാഹുക്കൾ. അപ്പം മഹാബാഹു എന്ന് പറഞ്ഞാൽ അർജുനൻ്റെ കൈയൊക്കെ ഒരു പക്ഷേ വലിയ മസിലുകളൊക്കെ ആയിരിക്കും. കാരണം വളരെ നിത്യാഭ്യാസിയാണ് അർജുനൻ. അപ്പം ഇവിടെ കൃഷ്ണൻ ശരീരത്തെ നോക്കിക്കൊണ്ടല്ല മഹാബാഹു എന്ന് വിളിക്കണം. ഇവിടെ അഭിസംബോധന ചെയ്യുന്നത് മുഴുവൻ മനസ്സിനെയാണ്, ബോധമനസ്സിനെയാണ്. അപ്പം ഈ ബോധമനസ്സിനെ മഹാബാഹു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, അർജുനനെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അർജുനനെ നിമിത്തീകൃത്യ നമ്മളെയാണ് ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾ കരുത്തുള്ളവരാണ്, എന്തും നേടാൻ കരുത്തുള്ളവരാണ്, ശക്തിയുള്ളവരാണ്. മഹാബാഹു എന്ന് പറഞ്ഞാൽ കൈയുടെ മസിലിനെ കുറിച്ചല്ല പറയുന്നത്, മനസ്സിൻ്റെ കരുത്തിനെ കുറിച്ചാണ്. അപ്പം നമുക്ക് ആ കരുത്തുണ്ട്. പക്ഷേ എപ്പോഴാണ് ആ കരുത്ത് നമുക്ക് കൈവരിക്കാൻ സാധിക്കുക? അതിന് കൃഷ്ണൻ പറയുന്നു തത്വവിത്തു മഹാബാഹോ. നാം തത്വവിത്തായി തീരണം. നമ്മൾ പല വിത്തിനെ കുറിച്ചും കേട്ടിട്ടുണ്ട്. ഈ തത്വവിത്ത് എന്നത് ആദ്യമായിട്ടായിരിക്കുക. ഇവിടെ ഈ വിത്തെന്ന് പറയുന്നത് നമ്മൾ കടയിൽ പോയി വാങ്ങിക്കുന്ന വെണ്ടയുടെയും തക്കാളിയുടെയും മറ്റുള്ള വിത്തുകളല്ല, കൃഷി വിത്തുകളല്ല. ഇവിടെ വിത്തെന്ന് പറയുന്നത് സാരം, എസൻസ്. ഏതിനെക്കുറിച്ചുള്ള എസൻസ്? തത്വവിത്ത്, തത്വം. ഈ തത്വം എന്നുള്ള വാക്ക് ധാരാളം നിങ്ങൾ കേൾക്കുന്നേ. അപ്പം ഈ തത്വം എന്ന് കേൾക്കുമ്പോഴൊക്കെ അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് നിങ്ങൾ അർത്ഥം മനസ്സിലാക്കണം. തത് പ്ലസ് ത്വം ഈസ് ഈക്വൽ ടു തത്വം. തത് അത്, ത്വം നീയാകുന്നു, തത്വമസി. തത് ത്വം, തത് അതാണ് തത്വം, തത് അത് നീ. അപ്പം ഏതാണ് നീ? നീ എന്ന് പറയുന്നത് ബോധമനസ്സാണ്. ആ ബോധമനസ്സിനോട് പറയുന്ന നീ അത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇത് ഞാൻ, ഇതെന്ന് പറഞ്ഞാൽ ശരീരം. അപ്പം അതെന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലാക്കേണ്ടത് ഊർജം. അതായത് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒന്നിനെ അത് ഇവിടെ സംബോധന ചെയ്യുന്നത്. അപ്പം തത്വം എന്ന് പറഞ്ഞാൽ ത്വം നീ, തത് അതാകുന്നു എന്ന് വെച്ചാൽ നീ സൂക്ഷ്മമായ ഊർജമാകുന്നു, സ്വതന്ത്രമായ ഊർജമാകുന്നു. ഊർജം ഒരിക്കലും ഒരിടത്തും കെട്ടിക്കിടക്കുന്നില്ല. എന്നാൽ നാം അത് പറയുമ്പോൾ നമ്മൾ പറയുന്നു ദുഃഖം നമ്മളെ പിടിച്ചുലയ്ക്കുന്നു, നമ്മുടെ കോംപ്ലക്സുകൾ നമ്മളെ പിടിച്ചുലയ്ക്കുന്നു, ആലസ്യം നമ്മളെ പിടിച്ച് സ്വാധീനിക്കുന്നു, അതുപോലെ മനസ്സിൻ്റെ അസ്വസ്ഥതകൾ നമ്മളെ ബാധിക്കുന്നു. അപ്പം നമ്മൾ പറയുന്നു ഇതൊക്കെ നമ്മളെ ബാധിക്കുന്നു. ഇവിടെ കൃഷ്ണൻ പറയുന്നു തത്വം, നീ തത്വത്തെ നോക്കുകയാണെങ്കിൽ അത് സ്വതന്ത്രമാണ്, ഊർജം സ്വതന്ത്രമാണ്. ഊർജത്തെ ഒരിക്കലും നമുക്ക് കെട്ടി നിർത്താൻ സാധ്യമല്ല. ഒരു ബലൂണിനകത്തേക്ക് നമ്മൾ വായു ഊതി വീർപ്പിച്ചാൽ തൽക്കാലം അതിനൊരു കെട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും വായുവിനെ നമ്മൾ അടക്കി വെച്ചിരിക്കുന്നു. ഇതുപോലെയാണ് നമ്മൾ ചിന്തയാൽ മൂടിക്കെട്ടിയാൽ, അല്ലെങ്കിൽ ചിന്ത കൊണ്ട് നമ്മളൊരു കെട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും നമ്മുടെ മനസ്സാകുന്ന ബോധ ഊർജത്തെ നാം കെട്ടിയിട്ടിരിക്കുന്നു. ആ കെട്ടിയിട്ടിരിക്കുന്നു എന്നത് ഒരു അല്പസത്യമാണ്, യഥാർത്ഥ സത്യമല്ല. അല്പസത്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ബലൂണിൻ്റെ അകത്ത് ഒരു ഊതി വീർപ്പിച്ച് വായു നിറച്ചൊരു കെട്ടിയാൽ എന്നതുപോലെയാണത്. അതെപ്പോൾ വേണമെങ്കിലും പൊട്ടാം. എന്നതുപോലെ ഈ മനസ്സിനെ നമുക്ക്, ബോധ മനസ്സിനെ നമുക്ക് ദുർബല ചിന്ത കൊണ്ടൊന്ന് കെട്ടിയിടാം. അത് എത്ര കാലം ഒരു ബലൂണിനകത്തുള്ള വായു പുറത്തേക്ക് വരാൻ അതിന് ഒരു പ്രഷർ ഇല്ലയോ അത്രയും കാലം. എന്നതുപോലെ
ഇവിടെ എത്ര കാലം നമ്മൾ ദൗർബല്യത്തെ മാറ്റാൻ നമ്മൾ തയ്യാറില്ലയോ, എത്ര കാലം അതിൻ്റെ അടിമയായിട്ട് നാം ജീവിക്കുന്നുണ്ടോ, എത്ര കാലം ആ ദൗർബല്യം നമ്മൾ അംഗീകരിച്ച് ജീവിക്കുന്നുണ്ടോ, അത്ര കാലം അതിന് നമ്മളെ കെട്ടിയിടാൻ പറ്റും. മനസ്സിലാവുണ്ടോ? അപ്പം നമ്മളാണ് നമ്മുടെ മനസ്സിനെ കെട്ടിയിടാൻ അനുവദിക്കുന്നത്. ദുർബല ചിന്തകൾ വരും, പ്രേരണകൾ വരും, മറ്റുള്ള കൂട്ടുകാരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പല ടെംപ്റ്റേഷനൊക്കെ വരും. ആ തരത്തിൽ പലതും വരുമ്പോൾ നാം നമ്മുടെ മനസ്സിനെ വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ പിന്നെ നിങ്ങൾ ആ കൂട്ടുകെട്ടുകളിൽ നിന്നും പുറത്ത് കിടക്കാൻ പ്രയാസപ്പെടും. അങ്ങനെയാണ് പലരും കൂട്ടുകെട്ടിൽപ്പെട്ട് ലഹരികൾക്കൊക്കെ വിധേയമായി നല്ല ശോഭനമായ ഭാവിയെ തകർത്ത് തരിപ്പണമാക്കുന്നത്. നിങ്ങൾ നോക്കിപ്പോൾ എത്ര ചെറുപ്പക്കാരാണ് കഞ്ചാവിലും ലഹരി വസ്തുക്കളിലും കുരുങ്ങി. ഇവരൊക്കെ എന്താ വിചാരിക്കുന്നത്, ഇപ്പോഴത്തെ ഒരു സുഖമാണ് ജീവിതം എന്നാണ്. പക്ഷേ ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളുകളോട് പിന്നെ ചോദിച്ചു നോക്കൂ, അവൻ്റെ സകല നാഡികളും ഞരമ്പുകളും അവൻ്റെ ഓരോ അവയവങ്ങളും എല്ലാ സെൻസ് ഓർഗൻസും തളർന്ന് 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 പിന്നെ അവനൊരു ജീവശവമാണ്. ഈ ശരീരത്തിനൊരു വികാരങ്ങളില്ലേ, കാരണം അവൻ്റെ മനസ്സ് അത്ര മുരടിപ്പിച്ചു അതിനെ ലഹരിയുടെ തീവ്രത കൊണ്ട്. അവസാനം അവൻ അതല്ലാത്തൊരു സുഖം ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഈ ശരീരം എന്നത് ഒരു നിർജീവ വസ്തുവാക്കുകയാണ്. അത് കുറേ കഴിഞ്ഞാൽ മരിച്ചു പോവുകയാണ്. അപ്പം ഈ തരത്തിൽ സ്വയം നശിപ്പിച്ച് പിന്നെ എന്ത് സുഖം? അതുകൊണ്ട് അവൻ ആത്മഹത്യ വഴിയുള്ളൂ. അതാണ് ഇത്തരം ആളുകൾ വേഗം പോയി ആത്മഹത്യ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നാം മനസ്സിലാക്കണം, നമ്മുടെ മനസ്സിനെ ദുർബല ചിന്തകളിൽ കുരുക്കിയിട്ട് കഴിഞ്ഞാൽ നാം നമ്മുടെ ജീവിതം പാടെ തകർക്കും എന്നറിയണം. അതുകൊണ്ട് എന്ത് വേണം? തത്വവിത്തായി തീരുക. എന്താ ഈ തത്വവിത്ത് എന്ന് പറഞ്ഞാൽ, ഞാൻ സ്വതന്ത്ര ബോധശക്തിയാണ്. ആ സ്വതന്ത്രമായ ബോധശക്തിയാണ് ഗുണത്തിനനുസരിച്ച് കർമ്മം. ഗുണം എന്ന് പറഞ്ഞാൽ തമോ ഗുണം, രജോ ഗുണം, സത്വ ഗുണം. അതിനനുസരിച്ച് കർമ്മം. ഗുണകർമ്മം എന്നുള്ള വാക്ക് കേൾക്കുമ്പോഴൊക്കെ എപ്പോഴും ഓർക്കുക, തമോ ഗുണം വന്നാൽ അലസനായിട്ട് പുറകോട്ട് വലിഞ്ഞിരിക്കും, എനിക്കൊന്നും വയ്യ, എന്നെക്കൊണ്ടൊന്നും പറ്റില്ല, എന്നോടൊന്നും പറയണ്ട, ഞാൻ ചെയ്യില്ല എന്നുള്ള തമോ ഗുണം നമ്മളെ പിന്തിരിപ്പിക്കും. രജോ ഗുണമാണെങ്കിലോ ഒന്നിലും ഏകാഗ്രത ഇല്ല, അത് ചെയ്യണം ഇത് ചെയ്യണം, ആകെ ഒരു പരിഭ്രമം, വെപ്രാളപ്പെട്ട് ഒന്നും മര്യാദയ്ക്ക് ചെയ്യില്ല. സത്വഗുണമാണെങ്കിലോ ചെയ്യാനൊക്കെ ചെയ്യും, പക്ഷെ ആരും കുറ്റം പറയരുത്, വിമർശിക്കരുത്, പരിഹസിക്കരുത്, ഒന്നും ചെയ്യരുത്, ഞാൻ എൻ്റെ പാട്ടിൽ എനിക്കിഷ്ടം പോലെ ചെയ്തോളാം, നിങ്ങളാരും എൻ്റെ കാര്യത്തിൽ ഇടപെടും. അതായത് ഒരു കാര്യം മാത്രം ചെയ്യാനുള്ള ഒരു കഴിവ്. അതിനപ്പുറത്തേക്കൊരു മൾട്ടി ഫേസ് ആവാനോ വിമർശനങ്ങളെ ഏറ്റെടുക്കാനോ അതിനൊന്നും തയ്യാറില്ലാത്ത മനസ്സാണ് എങ്കിൽ അത് സത്വഗുണം. മറ്റത് ഗുണാതീത മനസ്സാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ ഒരു തത്വവിത്തായിട്ടുള്ള ആൾ, അതായത് ഞാൻ ബോധഊർജമാണെന്ന തിരിച്ചറിവുള്ള ഒരാൾ, അയാൾക്ക് മനസ്സിലാവും ഞാൻ ഈ ഗുണങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്, ഈ ഗുണങ്ങൾക്ക് ഞാൻ അടിമപ്പെടരുത്, ഈ ഗുണങ്ങൾ എന്നെ തളർത്തരുത്. അതുകൊണ്ടാണ് പണ്ടുള്ളവർ ജീവിത സമ്പ്രദായമുണ്ടാക്കി. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാലത്ത് നേരത്തെ എണീക്കുക, ബ്രാഹ്മേ മുഹൂർത്ത ഉത്തായ. അതെന്തിനാണത്? തമോ ഗുണത്തിന് അടിമപ്പെടരുത്. ഇപ്പം തമോ ഗുണത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ രാവിലെ കൂടുതൽ സമയം കടന്നുറങ്ങും, അത് മസ്തിഷ്കത്തെ ബാധിക്കും, അത് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്തൊരു മനസ്സുണ്ടാക്കും, ബുദ്ധി ഉണ്ടാക്കും. കുറേ കഴിഞ്ഞാൽ ഓർമ്മശക്തിയെ അത് ബാധിക്കും. അതുകൊണ്ടാണ് ഇന്നത്തെ കുട്ടികൾക്ക് ഓർമ്മശക്തി വളരെ കുറഞ്ഞു വരികയല്ലേ പണ്ടത്തേതിനേക്കാളും. ഞാൻ ഒരിക്കൽ ക്യാമ്പിൽ ചോദിച്ചു കുട്ടികളോട്, കുട്ടിയുടെ അച്ഛൻ്റെ പേരെന്താണ്? അപ്പോൾ അവൻ പറഞ്ഞു എന്തോ രാഘവൻ. അപ്പോൾ ഉടനെ ചോദിച്ചു മുഴുവൻ പേരെന്താണ്? അപ്പോൾ അവനിങ്ങനെ ഒരു 6ലോ 7ലോ പഠിക്കുന്ന കുട്ടിയാണ്. മുഴുവൻ പേര് വെച്ചു എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചോദിച്ചു എന്താ നിൻ്റെ അച്ഛൻ്റെ പൂർണ്ണ പേരെന്താണെന്നുള്ളത് ഒരു ക്ലൂ തരുമോ സ്വാമി? അവൻ്റെ അച്ഛൻ്റെ പേര് ഞാൻ ക്ലൂ കൊടുക്കണം. അവൻ ചോദിച്ചു അല്ലേ ഞാൻ അച്ഛാന്ന് വിളിച്ചിട്ട് അച്ഛൻ്റെ പേര് മുഴുവൻ എന്താണെന്ന് ഞാൻ മറന്നുപോയി. പിന്നെ അമ്മ അങ്ങനെ പറയും രാഘവനാണെന്ന്, അങ്ങനെ എനിക്ക് രാഘവൻ. ഇതാണ് നമ്മുടെ അവസ്ഥ. പെട്ടെന്ന് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യാതെയാവുന്നു. കാരണം ഈ രാവിലത്തെ ആ ആലസ്യം ബ്രെയിനിനെ ബാധിക്കും. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറഞ്ഞ ബ്രാഹ്മേ മുഹൂർത്ത ഉത്തായ, കാലത്ത് എണ്ണീറ്റ് ശീലിക്കണം. അപ്പോൾ ഈ തമോ ഗുണത്തെ നാം ജയിക്കാൻ കൃത്യനിഷ്ഠ വേണം, അത് ഓർമ്മ വേണം. രജോ ഗുണത്തെ ജയിക്കാൻ ഏകാഗ്രത ഉണ്ടാക്കുന്ന ഉപാസന വേണം. സത്വഗുണത്തെ ജയിക്കാൻ, അതായത് സത്വഗുണം ഉണ്ടാക്കുന്ന ആ സെൻറ്റിമെൻറ്റിനെ ജയിക്കാൻ
നാം മറ്റുള്ളവരുടെ സന്തോഷമാണ്, മറ്റുള്ളവർക്ക് കൊടുക്കുന്ന നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഉപകാരമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് മനസ്സിനെ പരിശീലിപ്പിക്കണം. ഇത് എൻ്റെ സുഖമല്ല, മറ്റുള്ളവരുടെ സുഖം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പേപ്പറിലൊരു ആർട്ടിക്കിൾ വായിക്കുമായിരുന്നേ. അതായത് ഒരു ഹിന്ദിയിലൊരു ഒരു മുസ്ലിം സിനിമാ നടി ഉണ്ടായിരുന്നു. പിന്നീട് അവരൊരു മത ആളെ കല്യാണം കഴിച്ചിട്ട് അവൾ വലിയ വിദ്യാഭ്യാസമൊക്കെ ഉള്ളവളാണ്. എന്നിട്ടിപ്പോൾ അവൾ പ്രത്യേകിച്ച് അഭിനയമൊക്കെ നിർത്തി അവളൊരു മതവിശ്വാസപ്രകാരമൊക്കെ ജീവിക്കുകയാണ്. അപ്പോൾ അവളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ആ സമയത്ത് അവളുടെ ഒരു ഫോട്ടോ അവൾ അയച്ചപ്പം അതിന് കുറച്ച് ഫ്രണ്ട്സ് എന്തോ കമൻറ്റ് ചെയ്തു. അപ്പോൾ എനിക്കൊരാൾ അയച്ചു തന്നത് ഈ കുട്ടി അവർക്ക് മറുപടി കൊടുക്കുകയാണ്. അതായത് അവർ ചോദിച്ചു, നിങ്ങൾക്ക് ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ടത് സമൂഹത്തിനൊക്കെ പ്രയോജനപ്പെടുത്തിക്കൂടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഹാപ്പിയാണ്, ഞാൻ സന്തുഷ്ടയാണ്, ഞാൻ എൻ്റെ ഭർത്താവും വീട്ടുകാരായിട്ട് സുഖമായിട്ട് ജീവിക്കണോ, പിന്നെ ഞാനെന്തിനാണ് മറ്റുള്ളവരെക്കുറിച്ച് ബോധർ ചെയ്യുന്നത്. പക്ഷെ എനിക്കത് വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ പെട്ടെന്നൊരു മിന്നൽ പോലെ ഒരു തോട്ട്. അതായത് ഈ ഇങ്ങനെയുള്ളവരൊക്കെ മതത്തിൻ്റെ ആനുകൂല്യങ്ങൾ പറ്റിയിട്ടാണ്, പല ആനുകൂല്യങ്ങളും എടുത്തു വാങ്ങിച്ചിട്ടാണ് ഈ വിദ്യാഭ്യാസമൊക്കെ നേടുന്നത്. നിങ്ങൾക്കറിയാലോ, ഇവർക്കൊക്കെ പലപ്പോഴും മതത്തിൻ്റെ പേരിൽ ഫീസ് പോലും കൊടുക്കേണ്ടതില്ല. അതായത് ഭൂരിപക്ഷം കൊടുക്കുന്ന പണത്തിൻ്റെ ഒരു ആനുകൂല്യം മറ്റുള്ളവർ പറ്റിക്കോട്ടെ, വിരോധമില്ല. പക്ഷെ ആ ഭൂരിപക്ഷത്തിൻ്റെ ടാക്സിൽ നിന്നാണ് സർക്കാർ എനിക്ക് ഫ്രീ വിദ്യാഭ്യാസം തന്നത്. അത് എൻ്റേതാക്കി എടുത്തു വയ്ക്കുന്നത് ആ സമൂഹത്തോട് ചെയ്യുന്ന തെറ്റാണെന്നുള്ള ഒരു തിരിച്ചറിവ് വേണ്ടേ? അപ്പോഴേക്കും സ്വാർത്ഥരായി. ഞാൻ പഠിച്ചത് ആരെക്കൊണ്ടൊക്കെയാണ് ഉപകാരം ഉണ്ടായത്, ആരൊക്കെയാണ് എനിക്കതിനു വേണ്ടി സഹായം ചെയ്തത്, അത് മറക്കരുത്. അതുപോലെ നമ്മൾ ചുറ്റുപാടിലേക്ക് നമ്മൾ നോക്കണം. അത് എത്രയോ കർഷകർ കഷ്ടപ്പെട്ട് സ്കൂളിൽ പോലും പോവാതെ കൃഷി ചെയ്തിട്ടാണ് അവർ നമുക്ക് വേണ്ടുള്ള സാധനങ്ങൾ, പരിപ്പും പയറും കടലയും അതുപോലെ തന്നെ കടുകൊക്കെ കൃഷി ചെയ്യുന്നത്. നിങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോയാൽ കാണാൻ പറ്റും. അവരുടെ കുട്ടികൾ പോലും സ്കൂളിൻ്റെ പടി കാണാറില്ല. പോയാൽ തന്നെ 4-5 നിർത്തി പിന്നെ ഒരു കൃഷിപ്പണിക്കിറങ്ങി. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വേണ്ടി എത്രയോ ആളുകൾ വിയർപ്പൊഴുക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. കണ്ടിന്യൂസ് ടെൻസാണ്. അപ്പോൾ ഈ തരത്തിൽ ജീവിക്കുന്ന ആളുകൾ നമുക്ക് വിദ്യാഭ്യാസവും മറ്റും കിട്ടുമ്പോൾ അത് കോൺട്രിബ്യൂട്ട് ചെയ്യണ്ടേ നമ്മൾ? അല്ലാതെ ഞാൻ എൻ്റെ സുഖത്തിന്, ഞാൻ എൻ്റെ ലോകത്തിൽ അങ്ങനെ ആവരുത്. അപ്പോൾ എന്നെക്കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരമാവട്ടെ, എന്ത് സേവനത്തിന് ഞാൻ തയ്യാറാവാം എന്നുള്ളൊരു മനോഭാവം വരണം. അല്ലാതെ ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആര് പഠിപ്പിച്ചു? അച്ഛനമ്മമാരുടെ പണം കൊണ്ട് മാത്രമാണോ നിങ്ങൾ പഠിച്ചത്? നിങ്ങൾക്ക് പല സഹായങ്ങളും പല അധ്യാപകരുടെയും ആത്മാർത്ഥമായ അർപ്പണത്തോടു കൂടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവരൊക്കെ ചെയ്തു തന്നിട്ടേ. അപ്പോൾ നമ്മൾ സമൂഹത്തിൽ ഒരുപാട് ഗുണം പറ്റിയിട്ടാണ് നമ്മൾ ഈ പലതും നേടിയെടുക്കുന്നത്. അപ്പം ഇതൊന്നും നമ്മൾ മറന്നു വരും. അപ്പം തത്വം മറക്കരുത്, നാം എങ്ങനെയാണ് നമ്മളായി നിൽക്കുന്നതെന്ന്. അപ്പം അതുകൊണ്ട് എന്ത് വേണം? തമോ ഗുണത്തെ കൃത്യനിഷ്ഠ കൊണ്ടും, രജോ ഗുണത്തെ ഉപാസന കൊണ്ടും, സത്വഗുണത്തെ സേവനം കൊണ്ടും നാം മാറ്റിയെടുക്കണം. ഈ രീതിയിൽ ആരാണോ പ്രവർത്തിക്കുന്നത് അവരുടെ മനസ്സിന് ക്രമേണ പരിവർത്തനമുണ്ടാവും. അങ്ങനെ ഓരോ വ്യക്തിയും പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ പ്രൊഡക്ടിവിറ്റി, ആ വ്യക്തിയുടെ കഴിവ്, ആ വ്യക്തിയുടെ സ്കിൽ ഡെവലപ്ഡ് ആവും. നോക്കൂ, സത്യത്തിൽ കുട്ടികളൊക്കെ മനസ്സിലാക്കണം, ഇവിടെ ആരും കഴിവില്ലാത്തവരോ ബുദ്ധിയില്ലാത്തവരോ അല്ല. കഴിവും ബുദ്ധിയും ഒക്കെ നമ്മളുടെ ആ ജീവനിൽ അന്തർലീനമാണ്. എല്ലാവർക്കും ഒരുപോലെ ഉണ്ട്. എന്നാൽ എല്ലാവരും പാട്ട് പാടുന്നില്ലല്ലോ, അത് ശരിയാണ്. കാരണം ആ സ്കിൽ ഈ ഒരു ജന്മം അവർക്ക് ദൈവം കൊടുത്തതല്ല. അവർ എത്രയോ കാലമായി ജന്മങ്ങളായി പരിശീലിച്ച് അങ്ങനെ കൊണ്ടുവന്ന ഒരു സംസ്കാരമാണത്. നമ്മളിപ്പോഴേ തുടങ്ങി വെച്ചാൽ നമുക്കും അങ്ങനെയുള്ള സംസ്കാരം ഡെവലപ്പ് ചെയ്യാം. അടുത്ത ജന്മം നിങ്ങളും ഈ ഒരു കഴിവോടുകൂടി ജനിച്ചു വരും. കാരണം ഉള്ളതിൽ നിന്നേ ഉണ്ടാവുകയുള്ളൂ, അല്ലാതെ ഉണ്ടാക്കാൻ മുകളിൽ ഒരാളിരിക്കുന്നില്ല. ഇതൊക്കെ അന്ധമായ വിശ്വാസങ്ങളാണ്. ആകാശത്തിലിരുന്ന് ഒരുത്തൻ ഉണ്ടാക്കുന്നു എന്നുള്ളത്. വെറുതെ ദൈവത്തിനെ നിങ്ങൾ സൃഷ്ടാവായിട്ട് വെക്കരുത്. സൃഷ്ടി എന്ന് പറയുന്നത് ഇവിടെ ഉള്ളതിൻ്റെ വികാസമാണ്, പരിണാമമാണ്, എവല്യൂഷനാണ്. അപ്പോൾ ആ എവല്യൂഷനുള്ളൊരു ഇൻ്റലിജൻസാണ് ബ്രഹ്മം എന്ന് പറയുന്ന, ബോധം എന്ന് പറയുന്ന സത്യമാണ് ഈശ്വരൻ. ആ ഈശ്വരൻ എന്ന് പറയുന്നത് പക്ഷാഭേദം കാണിച്ച് സൃഷ്ടിക്കുകയല്ല.
എല്ലാവർക്കും ഒരുപോലെയാണ് എല്ലാം കൊടുത്തിരിക്കുന്നത്. പക്ഷേ പലർക്കും വൈകല്യങ്ങൾ അവരുടെ കഴിവുകളെ മറയ്ക്കുന്നു. ചിലവർക്ക് ശാരീരികമാണ്, ചിലർക്ക് മാനസികമാണ്. അതിൻ്റെ തീവ്രതയാണ് നമ്മൾ ഓട്ടിസം എന്നൊക്കെ പറയുന്ന ചില കുട്ടികളുണ്ടല്ലോ, മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള, മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികൾ. അതൊക്കെ അവരുടെ ആ കഴിവിനെ, അവരുടെ ജീവശക്തിയെ മറയ്ക്കുന്നതാണ്. ഇതുപോലെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ല കർട്ടൻ ഇട്ടിട്ട് വാതിലുകളും ജനവാതിലും അടച്ചു കഴിഞ്ഞാൽ സൂര്യൻ അകത്ത് കയറാത്തതിന് പാവം സൂര്യനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ആ ജനവാതിലിലെ കർട്ടനൊക്കെ ഒന്ന് മാറ്റി തുറന്നിടണ്ടേ? ഇതുപോലെ ഈ ജീവശക്തിയെ മൂടിവെക്കുന്ന അല്ലെങ്കിൽ അതിനെ മറയ്ക്കുന്ന ആ ഗുണങ്ങളെ നമുക്ക് അതിവർത്തിക്കാൻ പറ്റും. ഒരു പക്ഷേ ഓട്ടിസം ബാധിച്ച മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകൾക്ക് പരിധിയുണ്ട്. കാരണം അവർക്കിത് ഗ്രഹിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചത് ഗ്രഹിക്കാൻ സാധിക്കുന്നവരായതുകൊണ്ട് നാം ഇത് മനസ്സിലാക്കിക്കൊണ്ട് തത്വം, എന്തുകൊണ്ടാണ് ഞാൻ ദുഃഖിക്കുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ തളരുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ പരാജയപ്പെടുന്നത്? കാരണം ഈ മൂടലിനെ മാറ്റാൻ ഞാൻ തയ്യാറാവുന്നില്ല. അപ്പം തമോ ഗുണത്തിൻ്റെ, രജോ ഗുണത്തിൻ്റെ, സത്വഗുണത്തിൻ്റെയും മൂടലുകളെ നമുക്കൊന്ന് മാറ്റിയെടുക്കണം. നിങ്ങൾ ഈശാവാസ്യ ഉപനിഷത്തിൽ കാണാം, അതിമനോഹരമായിട്ട് ഇത് വർണ്ണിച്ചിരിക്കുന്നത്. ഹിരൺമയേന പാത്രേണ സത്യസ്യാപിഹിതം മുഖം പൂഷന്നഭാവൃണോ സത്യധർമായ ദൃഷ്ടയേ. എപ്രകാരമാണോ കാർമേഘം സൂര്യനെ മറച്ചു കഴിഞ്ഞാൽ, സൂര്യൻ്റെ ഒരു വലിപ്പം ആലോചിച്ച് നോക്കൂ. ഈ ഭൂമിയുടെ 10 ഭൂമിയാണത്രേ വ്യാഴത്തിൻ്റെ വലിപ്പം. അങ്ങനെയുള്ള 10 വ്യാഴത്തെ വിഴുങ്ങാൻ പറ്റുന്നതാണത്രേ സൂര്യൻ്റെ വലിപ്പം. ഒന്ന് ആലോചിച്ച് നോക്കുക. ആ സൂര്യനെയാണ് കൊച്ചു കാർമേഘം ഇങ്ങനെ മറയ്ക്കുന്നത്. അപ്പം നമുക്ക് കാർമേഘത്തിൻ്റെ ആ ഒരു ഇങ്ങനെ പടർന്ന് പിടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ സൂര്യകിരണം അങ്ങോട്ട് പുറത്തേക്ക് അതിൻ്റെ ഉള്ളിലൂടെ അങ്ങോട്ട് വരാതെ ആകുമ്പോൾ നമ്മൾ പറയും, ഓ കാർമേഘം കെട്ടിക്കിടക്കണം അന്തരീക്ഷം എന്നുള്ളത്. പക്ഷേ നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ കുറച്ച് ദൂരം പോയാൽ നമുക്ക് കാണാം ഉജ്ജ്വലമായ സൂര്യപ്രകാശം. കാരണം ഈ കാർമേഘത്തിന് മുകളിലേക്ക് ഫ്ലൈറ്റ് കയറുമ്പോൾ അവിടെ നല്ല വെളിച്ചമാണ്. അപ്പം നമുക്ക് ഈ ഭൂമിയിലുള്ളവർക്ക് ഇത് കാണാൻ പറ്റില്ല. കാരണം മുകൾ ഭാഗത്ത് കാർമേഘം അങ്ങനെ ഒരു പാട പോലെ കട്ടിയിൽ അങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. അപ്പം സൂര്യൻ്റെ തീവ്രമായ കിരണങ്ങൾ ഭൂമിയിലേക്ക് തട്ടാൻ പറ്റാത്ത വിധത്തിൽ ആ കാർമേഘത്തിൽ ഉള്ള വെള്ളത്തുള്ളികൾ തട്ടി അത് റിഫ്രാക്റ്റ് ചെയ്തു പോകും, തിരിച്ചങ്ങോട്ട് തന്നെ പോകുന്നു. അതിനെ പെനട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഇതുപോലെയാണ് നമ്മുടെ ഉള്ളിലുള്ള ശക്തിയും കഴിവും. തമോ ഗുണം എന്ന കാർമേഘം, രജോ ഗുണം എന്ന് പറയുന്ന കാറ്റും ആകസ്വസ്ഥതയും മഴയും, സത്വഗുണം എന്ന് പറയുന്ന നല്ല കൊട്ടും ചൂടും, ഇതൊക്കെ അപകടമാണ്. ഇതിനൊക്കെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റണം. അപ്പം നമ്മുടെ ജീവിതത്തിൽ പരാജയം സംഭവിക്കുന്നതിന് കാരണം നാം കഴിവില്ലാത്തവരായതുകൊണ്ടല്ല, നമുക്ക് ഈശ്വരൻ അനുഗ്രഹം തരാത്തത് കൊണ്ടല്ല, കഴിവുകൾ തരാത്തതുകൊണ്ടല്ല, എല്ലാം അന്തർലീനമായി ഉണ്ട്. പിന്നെ അതിനെ ആവിഷ്കരിക്കാൻ, അതിനെ പ്രകടമാക്കാൻ, അതിനെ പുറത്തു കൊണ്ടുവരാൻ, അതിനെ നമുക്ക് എംപവർ ചെയ്യിക്കാൻ സാധിക്കാത്തതിന് കാരണമായി നിൽക്കുന്ന തടസ്സങ്ങളെ നമുക്കൊന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഈ ഗീത നമുക്ക് പറഞ്ഞു തരുന്നത്, നിങ്ങൾ ചില സാധനകൾ അനുഷ്ഠിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ മറയ്ക്കുന്ന കാർമേഘത്തെ നിങ്ങൾക്ക് നീക്കിയാൽ നിങ്ങളുടെ കഴിവും ശക്തിയും നിങ്ങൾക്ക് കാണാൻ പറ്റും. ചില ഈ അടിപിടി കേസിലൊക്കെ പറയില്ലേ, നിനക്ക് ആരാ ഞാനെന്ന് മനസ്സിലായി, ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ, ഞാൻ ആരാണെന്നൊക്കെ ഗുണ്ടായുസത്തിൽ പറയല്ലേ. ഇതുപോലെ നമ്മുടെ ഉള്ളിലുള്ള കാർമേഘമൊന്ന് മാറിക്കഴിഞ്ഞാൽ, ഈ അസ്വാസ്ഥ്യങ്ങളൊന്ന് മാറിക്കഴിഞ്ഞാൽ യഥാർത്ഥ ശക്തി എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റും. മറ്റത് വെറും ധാർഷ്ട്യത്തിൻ്റെ ഭാഷ. ഇത് തത്വവിത്തു മഹാബാഹു, മഹാബാഹുക്കളായ കരുത്തന്മാരായ ശക്തന്മാരായ തത്വവിത്തുക്കളുടെ ഭാഷ. താൻ ആരാണ്, തൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ദുരിതമനുഭവിക്കുന്നതെന്ന വ്യക്തത നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കുന്ന ആളുകൾ. ഇതാണ് ഞാനും നിങ്ങളും ആവേണ്ടത്. അപ്പോഴാണ് നമുക്ക് ജീവിതത്തെ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുക. അപ്പം അതിനെ കൃഷ്ണൻ ലളിതമായ മാർഗങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് കൂടുതൽ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാമം.